कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम्. ഇത് തിരുവനന്തപുരം നഗരത്തിലെ കോട്ടയ്ക്കകം അഗ്രഹാരം. ലോകപ്രശസ്തമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് മന്ത്രധ്വനി ഉണർത്തുന്ന മണിനാദം കേട്ടും പ്രഭാതത്തിൽ സ്ത്രീകളുടെ കോലമെടുത്ത് കണി കണ്ടും ഉണരുന്ന ഒരാൾ. ഈ അഗ്രഹാര തെരുവുകളിൽ നിന്നും തൻ്റെ ഇത്തിരിപ്പോന്ന ജീവിതത്തിൽ കർമ്മഗുണം കൊണ്ട് കർമ്മശൃംഖലകൾ പടുത്തുയർത്തിയ കാന്തദർശി രാംജി സുബ്രഹ്മണ്യൻ. റെയിൽവേ ഉദ്യോഗസ്ഥനായ SS അയ്യരുടെയും വീട്ടമ്മയായ മുത്തുലക്ഷ്മി അമ്മാളിൻ്റെയും മൂന്നാമത്തെ മകനായ രാംജി ജനിച്ചതും വളർന്നതും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ നിറഞ്ഞ ജീവിതം ആരംഭിക്കുന്നതും ഈ അഗ്രഹാരത്തിൽ നിന്നുമാണ്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ടിരുന്ന ഒരു വ്യവസായ സംരംഭകന്റെ സ്വപ്നങ്ങൾ പിൽക്കാലത്ത് ഒരു അനുഭവ സാകല്യമായി സൗപർണിക പ്രോജക്ട്സ് എന്ന ബൃഹത്തായ വ്യവസായ ശൃംഖലയായി ഇന്ന് ലോകമറിയുന്നു. ഒപ്പം അതിൻ്റെ അമരക്കാരനായ രാംജി സുബ്രഹ്മണ്യത്തെയും. ഒരു ജീവിതം എന്ന് പറയുന്ന വലിയൊരു യാത്രയാണ്. ആ യാത്രയിലെ വിജയകഥയാണ് മിസ്റ്റർ രാംജി സുബ്രഹ്മണ്യൻ്റെ വിജയകഥ. അതിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സന്തോഷം, വളരെ സന്തോഷം. വെൽക്കം ടു സൗപർണിക ആൻഡ് ഇറ്റ്സ് എ പ്ലഷർ ടു ഹാവ് യു. താങ്ക് യു വെരി മച്ച്. ഏതൊരു വിജയത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യകാലമാണ്. നമ്മുടെ ബാല്യകാലത്ത് നമ്മൾ ജീവിച്ച ജീവിതശൈലി, മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്ന ആ വഴികൾ, ആ ഉപദേശം, അവരുടെ അനുഗ്രഹം ഏതൊരു മനുഷ്യൻ്റെയും വിജയത്തിൻ്റെ പ്രധാന ഘടകമായി മാറാറുണ്ട്. മിസ്റ്റർ രാംജി സുബ്രഹ്മണ്യൻ എന്ന ആളിനെ നമ്മൾ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇപ്പോഴും അവർക്ക് വേണ്ടി, അവരെ കാണുവാൻ വേണ്ടി മാത്രം അവിടെ പ്രോജക്റ്റ് ആരംഭിച്ച തിരുവനന്തപുരം സ്വദേശി ശ്രീ രാംജി സുബ്രഹ്മണ്യം. എങ്ങനെയാണ് ആ ബാല്യകാലം? എൻ്റെ സമയം എന്ന് പറയാൻ പോവുകയാണെങ്കിൽ, ഞാൻ ട്രിവാൻഡ്രത്തിലാണ് പിറന്നു വളർന്നതല്ല. ട്രിവാൻഡ്രം എൻ്റെ ഒരു വിട്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യങ്ങളായിരുന്നു. തിരുവനന്തപുരത്ത് എവിടെയാണ്? കോട്ടയ്ക്കകത്ത് ദീക്ഷതർ ത്രിസ് തെരുവിൽ ചെറിയ എൻ്റെ ഇഷ്ടം പോലെ ഫ്രണ്ട്സും നമ്മൾ സമയം ഇഷ്ടം പോലെ കൂടെ ഇരുന്ന് അവിടെ പഠിച്ചും വളർന്ന ആൾക്കാരാണ്. റോ ഹൗസ് മാതിരി, റോ ഹൗസസ്, തെരുവ് വീടുകളാണ്. കാരണം അതിന്റെ സുപ്രഭാതം തുടങ്ങുന്നത് കോലം വരയ്ക്കുന്ന ആ സ്ത്രീകളും ഒക്കെ അമ്പലത്തിന്റെ മണിനാദം മുഴങ്ങുന്നു എന്നുള്ളതാണ് അല്ലേ രാവിലെ. അതാണ് ഏറ്റവും ഇന്നും നമ്മൾ ആ തിരുവനന്തപുരം അഗ്രഹാരങ്ങൾ കാണുമ്പോൾ നമ്മുടെ പുല്ലരിക്കാൻ ആവുന്ന ഒരു സാഹചര്യങ്ങളാണ് അവിടെ. അതെ അതെ. ജീവിതം എന്ന് പറയാ അവിടെ തിരിച്ചു പോകണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ സുപ്രഭാതം നമുക്ക് കാണണമെങ്കിൽ അങ്ങോട്ട് ചെല്ലുക. കാരണം രാവിലെ തന്നെ 5 മണിക്ക് സ്ത്രീകൾ എഴുന്നേൽക്കുകയും ആ ഒരു കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരു തെരുവാണ് അഗ്രഹാരം എന്ന് പറയുന്നത്. അതാണ് ഇന്നും തിരുവനന്തപുരത്ത് നമ്മൾ ഇന്ന് ആൾക്കാർ അവിടെ ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഇനിയും സന്തോഷമായി. എൻ്റെ ഫ്രണ്ട്സ് ഇനിയും അവിടെ ജീവിക്കുന്നുണ്ട് ആൾക്കാർ. ഞാൻ എപ്പോഴും പോയാലും അവിടെ 1-2 പ്രാവശ്യം പോയി ഫ്രണ്ട്സിനെ കണ്ടു, ആ തെരുവ് കണ്ടു വരുന്നതിലാണ് നമുക്ക് സന്തോഷം വരുന്നത്. ആ ബാല്യകാലം. പിതാവിന് എന്ത് ജോലിയായിരുന്നു? അച്ഛൻ റെയിൽവേസിലായിരുന്നു. ഞാൻ പിറന്ന ഉടനെ അച്ഛന് റെയിൽവേസ് ബോംബെയിൽ നിന്ന് കേരളത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. എറണാകുളത്ത് 8ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ അച്ഛനെ ട്രാൻസ്ഫർ കിട്ടി ട്രിവാൻഡ്രത്തേക്ക്. ഞങ്ങൾ അങ്ങനെയാണ് ട്രിവാൻഡ്രം വന്നത്. എത്ര മക്കളാണ്? ഞങ്ങൾക്ക് 3 പേരുണ്ടായിരുന്നു അച്ഛന്. എനിക്ക് ഒരു ചേട്ടനുണ്ട്, ഒരു ചേച്ചിയും ഉണ്ട്. ഏറ്റവും ഇളയ ആളാണ് ഞാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയതും ഇവിടെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയതാണ്. അവരുടെ പ്രതീക്ഷയും അതായിരുന്നു. നമ്മൾ ഈ സ്നേഹം എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ സ്നേഹവും അവരുടെ ആ സ്നേഹം വാത്സല്യവും ഒക്കെയാണ് കുട്ടികളെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും നശിക്കുന്നതും. ശരിയാണ്. ആ സ്നേഹത്തിൽ, അവരുടെ വാത്സല്യത്തിൽ, അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് അത് പൂർണ്ണതയിൽ എത്തിക്കുവാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് മക്കൾ ഏറ്റവും കൂടുതൽ അവരാഗ്രഹിക്കുന്നത്. വളരെ 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 കറക്റ്റാണ്. ഞാൻ ഒരു ഓൾമോസ്റ്റ് 15-17 വയസ്സ് വരെ എൻ്റെ അമ്മേൻ്റെ കൂടെ, അമ്മേൻ്റെ വയറും തൊട്ട് കിടന്നുറങ്ങിയ ഒരാളാണ്. അച്ഛനെ പോലും ഇടയ്ക്ക് വഴക്ക് പറയും. അമ്മ ഹൗസ് വൈഫാണ്. ബട്ട് അത്രയ്ക്ക് അമ്മയെ സ്നേഹിച്ച് അമ്മേൻ്റെ കൂടെ കിടന്ന് വന്ന ആളാണ്. ഏറ്റവും കൂടുതൽ വാത്സല്യം അമ്മയാണ് തന്നത്. ആ ചെറുതിലെ ശകലം അസുഖം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാരണം കൊണ്ട് അമ്മ കൂടുതൽ സ്നേഹം തന്നു. അങ്ങനെയാണ് ട്രിവാൻഡ്രത്തിൽ നമ്മൾ വന്ന് ഇരിക്കുന്നത്. അവിടെയാണ്. അപ്പോൾ അവിടെ ഗ്രാജുവേഷൻ എല്ലാം പഠിച്ചു. പിന്നെ അവിടെ നിന്ന് ഞാൻ ജോലി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ വെളിയിൽ പോകാൻ പോകുന്നു.
ഡൽഹിയിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതും അഗ്രഹാരത്ത് തന്നെ നമ്മൾ രണ്ടുപേരും ചേർന്ന് ബാല്യകാല സുഹൃത്ത്, 8ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ചേർന്നിരിക്കുന്ന ആൾക്കാരാണ്. ഇന്നും എൻ്റെ ഏറ്റവും കൂടെ നിൽക്കുന്ന ഒരു പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. ആ പുള്ളിൻ്റെ പേര് ലക്ഷ്മി വരാഹൻ എന്ന് പറയും. കണ്ണൻ എന്ന് ഞങ്ങൾ എല്ലാവരും വിളിക്കും. അതായത് എൻ്റെ ജീവിതം ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ 100 കോടി രൂപ എൻ്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാനാണെങ്കിൽ പുള്ളിയാണ് എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതാണ് കാരണം പുള്ളിയാണ് അതിൻ്റെ ടേണിംഗ് പോയിന്റ്. കാരണം ഡൽഹിയിലേക്ക് നമ്മൾ ഒരു ജോലിയുടെ കാര്യമായിട്ട് പോകുന്നത് ഒരു പ്ലാറ്റ്ഫോം നമുക്കുള്ളത് ലക്ഷ്മി വരാഹനാണ്. ആ ഒരു അഡ്രസ്സുമായിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. എങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്നാണ് യാത്ര. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ആ ഗ്രാജുവേഷൻ തീരുമ്പോൾ തന്നെ പുള്ളിക്ക് അന്ന് സ്റ്റാഫ് സെലക്ഷൻ ജോലി കിട്ടി. അവിടെ പോയി പുള്ളിൻ്റെ ഏട്ടനും പോയി, അനിയനും പോയി. അവിടെ 3 പേരിൻ്റെ കൂടെ എന്നെയും വിളിച്ചുകൊണ്ട് പോയി. അതാണ് വലിയൊരു കാര്യം. കേരള എക്സ്പ്രസിൽ അന്ന് പോകുന്നു. 2nd ക്ലാസ്സിൽ പോകുന്നു. എത്രാമത്തെ വയസ്സിലാണ് ട്രിവാൻഡ്രം വിട്ടു പോകുന്നത്? 21ാമത്തെ വയസ്സിലാണ്. 17 വയസ്സ് വരെ അമ്മയുടെ ഒപ്പം നിന്ന ഒരാൾ, ആ ഒരു 17 വർഷക്കാലം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഒരിക്കലും പിരിയാൻ പറ്റാത്ത നമ്മുടെ ജന്മനാട്, നമുക്ക് ജന്മം നൽകിയ നാട്. എത്രത്തോളം ആ യാത്രയിൽ നമുക്കൊരു ലക്ഷ്യങ്ങളുണ്ട്, ജീവിക്കണം, ഒരു ജോലി നേടണം എന്നുള്ള ലക്ഷ്യം അഫ്കോഴ്സ് നമ്മളെ യാത്രയിലുണ്ട്. പക്ഷെ അതിലോടൊപ്പം നമ്മുടെ നാടിനെ വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഭയങ്കര വേദനയാണ്. അന്ന് എൻ്റെ അച്ഛൻ എനിക്ക് നാട് വിട്ട് പോകണ്ട, അവിടെ തന്നെ ഒരു ജോലി വാങ്ങിച്ചു തരാം, ഏതെങ്കിലും ഒരു റെയിൽവേയിൽ ചെറിയൊരു ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ്. അച്ഛൻ വിട്ടില്ല, എൻ്റെ സർട്ടിഫിക്കറ്റ് പോലും തന്നില്ല അന്ന്. അത്രയ്ക്കും അച്ഛൻ എന്നെ വിടത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് എന്നിട്ടും സർട്ടിഫിക്കറ്റ് പോലും എടുക്കാതെ ഞാൻ അന്ന് യാത്ര തിരിക്കുന്നു. ബിക്കോസ് എങ്ങനെയെങ്കിലും നമ്മൾ നന്നാവണം. ബിക്കോസ് അന്ന് കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ ജോലി കിട്ടുന്നത് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായ ഒരു കാലഘട്ടം. കാരണം മലയാളികൾ മറുനാട്ടിലേക്കുള്ള യാത്രയാണ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തേക്ക് പോകുന്ന ഒരു കാലഘട്ടം. അവിടെ നിന്നാണ് നമ്മൾ ഒരു യാത്ര തിരിക്കുന്നത്. ആ യാത്രയിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഓരോ മനുഷ്യനും ആ കേരള എക്സ്പ്രസ്സിലെ 2nd ക്ലാസ് സ്ലീപ്പർ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും നമ്മൾ മൗനമായി ചിന്തിക്കുന്ന ഒരു ലക്ഷ്യമാണ്. എല്ലാ പ്രാവശ്യവും അതിൻ്റെ അപ്പുറവും ഞാൻ ഡൽഹിയിൽ പോയി ജോലി കിട്ടി തിരിച്ച് എപ്പോഴും കേരളത്തേക്ക് തിരിച്ചു പോകുമ്പോഴും നമ്മൾ ഇല്ലെങ്കിൽ കേരളത്തേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ ക്രോസ് പാലക്കാട് കയറുമ്പോൾ ആ മലപ്രദേശം കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം, ആ പച്ചപ്പ് കാണും, ആ സൗന്ദര്യം കാണുമ്പോൾ ശരിക്കും നമ്മളെ മനസ്സിൽ ഇപ്പോഴും പോലും പുല്ലരിക്കുന്നു ആണെന്ന്. കാരണം നമ്മൾ ആ മനസ്സിൽ കാണുന്ന ആ ഒരു നമ്മുടെ ജന്മനാടിനോടുള്ള ആ സ്നേഹം അത് ശരിക്കും നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ കേരളം വിട്ട് പുറത്തു പോയേ പറ്റും. ശരിയാണ്.